ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ ഒരു മോട്ടിവേഷൻ സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ, സോ നമ്മുടെ ചാനലിൽ നമ്മൾ ക്ലാസ്സസ് ഇടുന്നുണ്ട്, നമ്മൾ എന്താ PYQ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇന്നോട്ട് ഒരു ഡെയിലി ഒരു മോട്ടിവേഷൻ ഒരു 10 മിനിറ്റ് നമ്മൾ എന്താ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ ഡെയിലി നമ്മൾ ഒരു കോട്ട് എടുക്കുന്നു. ആ കോട്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ലൈഫിൽ അത് എങ്ങനെ മാറ്റാം, നമ്മുടെ എക്സാം പ്രാക്ടീസിൽ അത് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതിനെ കുറിച്ച് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കോട്ട്, ദ കോട്ട് ഓഫ് ദ ഡേ 1 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദ കോട്ട് ഓഫ് ദ ഡേ ഈസ് യു കനോട്ട് ചേഞ്ച് വാട്ട് യു റെഫ്യൂസ് ടു കൺഫ്രണ്ട്. എന്ന് വെച്ചാൽ ഒരു പരിപാടിയെ നിങ്ങൾ നേരിടാതെ നിങ്ങൾക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സിമ്പിളായി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫിയറിനെ നിങ്ങൾ നേരിടണം. എന്നാണോ നിങ്ങൾ നേരിടാൻ വേണ്ടി പോകുന്നത് അന്നാണ് ചേഞ്ച് ഉണ്ടാവുക. ഓക്കെ, എന്നതാണ് ഈ കോട്ടിന്റെ പ്രധാനപ്പെട്ട മീനിങ്. ഇതും PSCയും തമ്മിൽ എന്താ ഉള്ളത് ആക്ച്വലി? ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ്, നിങ്ങൾക്ക് സക്സസ് കിട്ടണമെങ്കിൽ അവോയ്ഡൻസ് എൻഡ് ചെയ്യണം. സോ ഇങ്ങനെ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഒരു പേടിയുണ്ട്. ഫോർ എക്സാമ്പിൾ മാത്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേടിയുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഡൗട്ട് ഉണ്ടാവുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ ഇയേഴ്സ് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുന്നില്ല. ഓക്കെ, അതൊരു ഇഷ്യൂ ആണ്. അതിനെ എങ്ങനെ നേരിടാം, എങ്ങനെ അത് മാറ്റാം എന്ന് തീരുമാനിക്കാത്തിടത്തോളം കാലം അത് അവിടെ തന്നെ നിൽക്കും. സക്സസ് നിങ്ങളുടെ എന്തായിരിക്കും? ദൂരെ ആയിരിക്കും ഉണ്ടാവുക. അതിനെ അവോയ്ഡ് ചെയ്ത് കൊണ്ടുപോകുകയല്ല വേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ആ ഫിയറിനെ നിങ്ങൾ നേരിടണം, കൺഫ്രണ്ട് ചെയ്യണം. ഓക്കെ, അതുമായിട്ട് മുന്നോട്ട് പോയി അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ള ഒരു പ്രാക്ടീസ് സ്ട്രാറ്റജി ഉണ്ടാക്കണം. ഓക്കെ, അത് ഉണ്ടാക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ കയ്യിൽ നിന്ന് സക്സസ് എപ്പോഴും എന്ത് ചെയ്യും? ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ, എങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നിങ്ങൾ പറയുന്നത് ഞാൻ ഇംഗ്ലീഷ് ഗ്രാമർ നമുക്ക് നാളെ പഠിക്കാം. അപ്പൊ നിങ്ങൾ ഗ്രാമർ പഠിക്കാനുള്ള ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പക്കയായി ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ തരുന്ന ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കേണ്ട സിറ്റുവേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമർ നാളെ പഠിക്കാം. നാളെയാണ് എനിക്ക് കൂടുതൽ എനർജി ഉണ്ടാവുക. ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. വൊക്കാബുലറി പഠിക്കുന്ന പോലെയല്ല. ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റ് അറിയേണ്ട കാര്യമുണ്ട്. എങ്കിൽ നമുക്ക് എന്ത് ചെയ്തേ പറ്റുള്ളൂ? നല്ല എനർജി ഉള്ള ദിവസമേ പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് നിങ്ങൾ സ്വന്തമായി പറയുന്നു. ഈ പറയുന്നതിൽ ഒരു തെറ്റും കാണുന്നില്ലല്ലോ, ഇല്ല. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളോട് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഫിയർ നിങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇംഗ്ലീഷ് ഗ്രാമറിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ ഒന്നും കിട്ടുന്നില്ല. എങ്കിൽ ഈ ഇംഗ്ലീഷ് ഗ്രാമർ എന്ത് ചെയ്യാം? പോസ്റ്റ്പോൺ ചെയ്ത് കൊണ്ടുവരാം. ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് പോയി ഒരു ദിവസം എക്സാം വരും. ആ എക്സാമിന്റെ അടുത്തിരിക്കും ഇംഗ്ലീഷ് ഗ്രാമർ എന്താവും? ആക്ച്വലി കയ്യിലാകെ ടെൻഷൻ ആവും. ഈ ടെൻഷനും കൊണ്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ജയിക്കാൻ പറ്റില്ല. എങ്കിൽ കോട്ട് ഓഫ് ദ ഡേ എന്താണ്? കൺഫ്രണ്ട് ചെയ്യണം. ആ പേടിയെ നിങ്ങൾ എന്ത് ചെയ്യണം? കൺഫ്രണ്ട് ചെയ്യണം, നേരിടണം. ഓക്കെ, ഇനി നിങ്ങൾ വേറൊരു കാര്യം പറയാം. ഞാൻ GK മാർക്ക് കൂട്ടിയാൽ മതി, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റും. പ്രിലിംസ് എക്സാം ആണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താ കട്ട് ഓഫ് ക്ലിയർ ചെയ്യേണ്ട എക്സാം ആണ്. അപ്പൊ GK ഞാൻ സ്കോർ ചെയ്താൽ മതി. മെയിൻസിൽ നോക്കാം. മെയിൻസിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? GK സ്കോർ ചെയ്യാം. സ്ട്രാറ്റജി അടിപൊളിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നിങ്ങൾക്ക് ടഫാണ്. ഓക്കെ, ആ ടഫായ ഭാഗത്തെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാതെ അറിയുന്ന ഭാഗത്ത് തന്നെ കൂടുതൽ എന്ത് ചെയ്യാൻ പോവാണ്? ആക്ച്വലി പഠിച്ച് സ്കോർ ചെയ്യാം എന്നാണ് നിങ്ങൾ സ്വന്തമായി തിങ്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ബ്രെയിൻ തിങ്ക് ചെയ്യുന്നത്, നിങ്ങളെ കംഫർട്ട് ലെവലിലേക്ക് വരുന്നത്. എന്ന് വെച്ചാൽ സർ മനസ്സിലായില്ല, നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മുടെ ശരീരത്തെ ഒരു കംഫർട്ട് ലെവലിൽ കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് പേടിയുള്ള കാര്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ടെൻഷനുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ബ്രെയിൻ എപ്പോഴും എന്ത് ചെയ്യും? ശ്രദ്ധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നല്ലപോലെ ടെൻഷൻ വരുന്നുണ്ട്, നല്ല ഇഷ്യൂ വരുന്നെന്ന് വിചാരിക്കൂ, നിങ്ങൾക്ക് ഉറക്കം വരാനുള്ള സാധ്യതയുണ്ട്. ഉറക്കം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ നിങ്ങളോട് പറയുകയാണ് എന്താ? ഒന്ന് റിലാക്സ് ചെയ്യൂ. റിലാക്സ് എന്തായിരിക്കും? ശരിയായിരിക്കും. നിങ്ങൾക്ക് തലവേദനിക്കും, തല ഇങ്ങനെ വേദനിച്ചുകൊണ്ടേയിരിക്കും ആ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ പറയുകയാണ് എന്താ? ഇപ്പൊ വേറെ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, സമാധാനത്തിൽ പോയി കിടന്നുറങ്ങൂ, എങ്കിൽ നിങ്ങൾ എന്താവും? ബെറ്റർ ആവും. ഓക്കെ, ആ ആ ബെറ്റർ ആവുന്ന വെച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻ കിട്ടുന്നല്ല അർത്ഥം. നിങ്ങളുടെ ബോഡി, മൈൻഡ് പഴയ പോലെ ആവും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സൊല്യൂഷൻ കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നീ പഠിക്കില്ല എന്നാണോ? അല്ല. ഓക്കെ, എന്ത് ചെയ്യണം? സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. വേറൊരു കാര്യം നിങ്ങൾ പറയണം.
കട്ട് ഓഫ് എന്ന് പറയുന്നത് ലോവർ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കട്ട് ഓഫ് ഒരു അസിസ്റ്റന്റ് എന്താ പറയാ യൂണിഫോം പോസ്റ്റ് ആണെങ്കിൽ ഒരു 40-45 ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഞാൻ കട്ട് ഓഫ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡിഗ്രിക്ക് ആണെങ്കിൽ. അല്ലെങ്കിൽ സാധാരണ ഒരു പ്രിലിംസ് ആണെങ്കിൽ ഒരു 60 കിട്ടിയ എന്താ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നത് 10th പ്രിലിംസിനും LGS പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കട്ട് ഓഫ് ലോവർ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, കുറച്ച് പഠിച്ചാൽ മതി എന്ന് ബ്രെയിൻ പറയും. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ പറയുകയാണ് ഞാൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തിട്ട് ഫെയിൽ ആവുകയല്ലേ, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇങ്ങനെ പഠിച്ചാൽ മതി എന്ന് നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ ഈഗോ നിങ്ങളോട് പറയുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അനാലിസിസ് ചെയ്യണം. ഓക്കെ, ആ അനാലിസിസ് ചെയ്യുക എന്നതിനെയാണ് കൺഫ്രണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ടല്ല ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യേണ്ടത്. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു പോയി എപ്പോഴാണോ നിങ്ങളുടെ പേടിയെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ടഫ് ആയിട്ടുള്ള കാര്യത്തെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുന്ന കാര്യത്തെ നിങ്ങൾ നേരിടുന്നത്, അന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും, സക്സസ് കിട്ടും. ഇതാണ് കോട്ട് ഓഫ് ദ ഡേ. ഓക്കെ, ഫൈൻ. അങ്ങനെയെങ്കിൽ ഒരു അവോയ്ഡൻസ് ട്രാപ്പ് ഉണ്ട്. ഓക്കെ സാർ, ഇങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത്? അവിടെ വളരെ വളരെ എന്താ മാർക്കൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു സർക്കിളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ലൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഇങ്ങനെയാണോ കാര്യം ചെയ്യേണ്ടത്? അല്ല മക്കളെ, ഇങ്ങനെ എല്ലാ കാര്യം ചെയ്യേണ്ടതെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങളുടെ ഫസ്റ്റ് നിങ്ങൾ ഒരു കാര്യം ചെയ്തു, ഒരു സിലബസിലെ ഒരു വീക്ക് ടോപ്പിക് എടുത്തു. ഓക്കെ, വീക്ക് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര കിട്ടാത്ത ഒരു ടോപ്പിക് എടുത്തു. എന്നിട്ട് ആ ടോപ്പിക് പഠിച്ച് വന്നപ്പോൾ നിങ്ങൾക്ക് എന്തായി, ഡിസ്കംഫർട്ടായി. അത് കാര്യങ്ങളൊന്നും മനസ്സിലാവണില്ല. ഓക്കെ, അതായത് എന്താ, അപ്പൊ ആകെ ടെൻഷനായി. ടെൻഷൻ ആയപ്പോ നിങ്ങൾ അതിനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തു. പ്രൊക്രാസ്റ്റിനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പഠിക്കാം, നാളെ പഠിക്കാം, നാളെ പഠിക്കാം എന്ന് പറഞ്ഞു മാറ്റി മാറ്റി പോയി. അപ്പോഴാണ് മോക്ക് ടെസ്റ്റ് വന്നത്. മോക്ക് ടെസ്റ്റ് ഏതെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചു. ചെയ്യാൻ തീരുമാന സമയത്ത് എന്ത് പറ്റി, ആക്ച്വലി ഇഷ്യൂ വന്നു. ഓക്കെ, മാർക്ക് കിട്ടുന്നില്ല, ആ ടോപ്പിക് വിട്ടു. വീണ്ടും ഒരു വീക്ക് ടോപ്പിക്കിന് എന്ത് ചെയ്തു, എന്താ പറയാ, സെലക്ട് ചെയ്തു. വീക്ക് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് വരാത്ത വീക്ക് ടോപ്പിക് എന്നല്ല, നിങ്ങൾക്ക് കിട്ടാത്ത വീക്ക് ടോപ്പിക് എന്നാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് അവോയ്ഡൻസ് ട്രാപ്പ്. ഇങ്ങനെ നിങ്ങൾ ഈ അവോയ്ഡൻസ് ട്രാപ്പിൽ ഇടപെടുകയാണെങ്കിൽ നിങ്ങളുടെ ആൻസൈറ്റി കൂടും, ആകെ ടെൻഷൻ ആയിരിക്കും, ഉറക്കം വരില്ല, പഠിക്കാൻ വേണ്ടി ഒരു മൂഡ് ഉണ്ടാവില്ല. ഇന്ന് നിങ്ങൾ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ബുക്ക് എളുപ്പമുള്ള ടോപ്പിക് ആണെങ്കിൽ പഠിക്കാൻ വേണ്ടി ഉണ്ടാവില്ല, ഒരു മൂഡ് ഉണ്ടാവില്ല. എങ്കിൽ ഈ അവോയ്ഡൻസ് ട്രാപ്പിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒറ്റ വഴിയേ ഉള്ളൂ, ഒരു വീക്ക് ടോപ്പിക്കും ഒരു സ്ട്രോങ് ടോപ്പിക്കും മിക്സ് ചെയ്ത് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. സ്ട്രോങ് ടോപ്പിക് പഠിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് എക്കണോമിക്സ് ആണെന്ന് വിചാരിക്കൂ. അതിലൊരു ടോപ്പിക് എടുത്ത് നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ളത് കേരള അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് വിചാരിക്കൂ. ഓക്കെ, അതിൽ നിന്നൊരു ടോപ്പിക് എടുത്ത് പഠിച്ചു എന്ന് വിചാരിക്കൂ. ഒരു വീക്ക് ടോപ്പിക്, ഒരു സ്ട്രോങ് ടോപ്പിക് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് കിട്ടും, കോൺഫിഡൻസ് കിട്ടും. എനിക്ക് കിട്ടുന്നുണ്ട്. അതിനുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താ, എനിക്ക് കിട്ടുന്നുണ്ട്. ഇന്ന് വൊക്കാബുലറിയിൽ ഞാൻ കളക്റ്റീവ് നൗൺ പഠിച്ചു, എനിക്ക് കളക്റ്റീവ് നൗൺ നന്നായിട്ട് അറിയാവുന്ന ഭാഗമാണ്. കളക്റ്റീവ് നൗൺ ഞാൻ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോ എന്താ, എല്ലാം ഓക്കെ ആണ്. എങ്കിൽ എനിക്ക് അറിയാത്തത് ഫോറിൻ വേർഡ്സ് ആണ്. അപ്പൊ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ ഒരു വീക്ക് ടോപ്പിക്കും ഒരു സ്ട്രോങ് ടോപ്പിക്കും കൂടി വേണം സെലക്ട് ചെയ്യാൻ. വെറും വീക്ക് ടോപ്പിക് മാത്രം, അതായത് നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക് മാത്രം എടുത്തെടുത്ത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പെടാൻ പോകുന്ന ട്രാപ്പിന്റെ പേരാണ് അവോയ്ഡൻസ് ട്രാപ്പ്. ആ ട്രാപ്പിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, രക്ഷപ്പെടണം. ഓക്കെ, ഈ അവോയ്ഡൻസ് എന്ന് പറയുന്നത് നിങ്ങളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, അത് നിങ്ങളെ സ്റ്റക്ക് ആക്കും. എന്ന് വെച്ചാൽ അതേ ടോപ്പിക് നിങ്ങൾ എന്ത് ചെയ്യും, സ്റ്റക്ക് ആവും, ടോപ്പിക് കഴിയില്ല, ആൻസൈറ്റി കൂടും, ടെൻഷൻ ആവും, മെന്റൽ ബ്ലോക്ക് വരും. പിന്നെ നമ്മുടെ ബ്രെയിൻ എന്ത് പറയും, കിടന്നുറങ്ങൂ എന്ന് പറയും. നിങ്ങൾ എന്ത് ചെയ്യും, ഉറങ്ങുന്നതായിരിക്കും. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ എന്താ, ആകെ വിഷമമാണ്, ആകെ ടെൻഷൻ. അയ്യോ ഇത്രയും സമയം പോയി, ഈ സമയം ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ മാർക്ക് കിട്ടുമായിരുന്നു, ഇനി ഞാൻ എങ്ങനെ പഠിക്കും എന്ന് പറഞ്ഞ് വിചാരിച്ച് ടെൻഷൻ ആവും. ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. ആ ടെൻഷൻ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവോയ്ഡൻസ് ട്രാപ്പ് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ കൺഫ്രണ്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് പോയിട്ട് എല്ലാ ടോപ്പിക്കിനെയും, എനിക്ക് പേടിയുള്ള എല്ലാ ടോപ്പിക്കിനെയും അന്ന് പഠിച്ചിരിക്കും, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓക്കെ, ഒരു പേടിയുള്ള ടോപ്പിക്, അതായത് ടഫായ ടോപ്പിക്. രണ്ടാമത്തെ എന്താണ്, ആക്ച്വലി ഒരു ഈസി ആയ ടോപ്പിക്. രണ്ടും കൂടി എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, പഠിക്കാൻ. അല്ലെങ്കിൽ അവോയ്ഡൻസ് ട്രാപ്പിൽ എന്ത് ചെയ്യും, വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ റാങ്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ, സാർ ഞാൻ എന്താ റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ട്, ജോലി കിട്ടുന്നില്ല, ടോപ്പ് ആവുന്നില്ല, അല്ലെങ്കിൽ എന്താ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നുണ്ട്, മെയിൻസിൽ കിട്ടുന്നില്ല, ആ റാങ്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഈസി ആയ ഭാഗങ്ങൾ പഠിക്കുന്നതിന് പകരം നിങ്ങൾ എന്താണോ ഫിയർ ചെയ്യുന്നത് അതെന്ത് ചെയ്യുക, പഠിക്കുക, അതിനുവേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ഭാഗങ്ങളിൽ മാത്രമല്ല, നിങ്ങൾക്ക് എന്താണോ പേടിയുള്ളത്, അത് ലൈഫിലായാലും പേടിയെ ഓവർകം ദ ഫിയർ ചെയ്യാതെ നിങ്ങൾക്ക് സക്സസ് ആവുന്ന കാര്യം എന്ത് ചെയ്യില്ല, കിട്ടില്ല. ഓക്കെ, പക്ഷെ അത് സിസ്റ്റമാറ്റിക്കലി ചെയ്യാൻ പറ്റുള്ളൂ.
ഒരു ദിവസം രാവിലെ എണീറ്റ് കിട്ടുന്ന ഒരു കാര്യമല്ല സക്സസ് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസിയിലൂടെയാണ് ചെയ്യേണ്ടത്. ഇന്ന് എനിക്ക് 2 പേജ് പഠിക്കാൻ പറ്റുള്ളൂ, നോ പ്രോബ്ലം. അടുത്ത ദിവസവും 2 പേജ് പഠിക്കുക, അടുത്ത ദിവസവും 2 പേജ് പഠിക്കുക, 3 ദിവസമായി 2 പേജ്, ഒരു 2 പേജ് എക്സ്ട്രാ പഠിക്കുക. ഓക്കെ, അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. പക്ഷെ മിസ് ചെയ്യരുത്. 365 ദിവസവും പഠിക്കുക. ഇന്നൊരു കല്യാണമുണ്ട്, പോയേ പറ്റുള്ളൂ, നോ പ്രോബ്ലം. ഓക്കെ, പോകുക, തിരിച്ചു വന്ന് 2 പേജ് പഠിക്കുക, പോകുന്നതിന് മുമ്പ് 2 പേജ് പഠിക്കുക. പഠനം എന്നുള്ളത് നമ്മുടെ ഡെയിലി റുട്ടീന്റെ ഭാഗമാവണം. പല്ല് തേക്കുന്ന പോലെയും കുളിക്കുന്ന പോലെയും നമ്മുടെ ഡെയിലി റുട്ടീൻ എന്താവണം, ഭാഗമാവണം. പഠനം എന്ന് വെച്ചാൽ അന്നത്തെ മുഴുവൻ ടോപ്പിക് പഠിക്കുക എന്നല്ല, എന്തെങ്കിലും ഒരു ചെറിയ ഭാഗമെങ്കിലും പഠിക്കുക. അപ്പൊ നമ്മുടെ ബ്രെയിൻ അത് എന്താക്കും, നമ്മുടെ ഡെയിലി റുട്ടീൻ ആക്കും. ഒരു പ്രാവശ്യം സ്റ്റഡി എന്ന് പറയും നിങ്ങളുടെ ഡെയിലി റുട്ടീൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ അതിനെ എന്ത് ചെയ്യും, ആക്ച്വലി അതിനെ ബേസിക് ഫെസിലിറ്റീസിലേക്ക് മാറ്റും. ബേസിക് ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് മാറ്റും. അപ്പൊ നിങ്ങളുടെ ടെൻഷൻ എന്ത് ചെയ്യും, മാറും. അതിന് ആദ്യം ചെയ്യേണ്ടത് ആ ഫിയറിനെ കൺഫ്രണ്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിലബസ് വലുതാണ്, വലിയ സിലബസിന്റെ ഒരറ്റത്ത് നിന്നിട്ട്, അതായത് ഒരു മല കയറാൻ പോവുകയാണ്, ആ മല കയറുന്നതിന്റെ ഒരു താഴെ നിന്നിട്ട് എന്റെ അമ്മ ഈ മല എപ്പ കയറും എന്ന് വിചാരിച്ചാൽ മല ഒരിക്കലും എന്ത് ചെയ്യില്ല, കയറില്ല. അതിന് പകരം എന്താ ചെയ്യേണ്ടത്, ഓരോ ദിവസവും കുറച്ച് കുറച്ചായി കയറുക, റെസ്റ്റ് ചെയ്യുക, കുറച്ച് കുറച്ചായി കയറുക, റെസ്റ്റ് ചെയ്യുക. ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യും, ആ മലയുടെ മുകളിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, സിസ്റ്റമാറ്റിക്കലി എന്ത് ചെയ്യണം, കൺഫ്രണ്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു കൺഫ്രണ്ടേഷൻ മാട്രിക്സ് ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ കൺഫ്രണ്ടേഷൻ മാട്രിക്സിന് 4 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗമാണ് ദ കംഫർട്ട് സോൺ. കംഫർട്ട് സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഈ കംഫർട്ട് സോണിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കംഫർട്ട് സോണിൽ നിങ്ങൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഹാർഡർ സബ്ജക്റ്റിനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യരുത്. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റി വെക്കരുത്. ഓക്കെ, ഡെയിലി എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത്, ഒരു വീക്ക് ടോപ്പിക്, ഒരു സ്ട്രോങ് ടോപ്പിക്, രണ്ടും മിക്സ് ചെയ്ത് വേണം പഠിക്കാൻ. ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് കംഫർട്ട് സോൺ. രണ്ടാമത്തെ ദ ഫില്ലർ എന്ന് പറയുന്നത്, സാർ ഞാനിപ്പോ എന്താ പറയാ എത്ര പഠിച്ചു, റിവിഷൻ ചെയ്യണം, അതിന് റിവ്യൂ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ എന്താ ഇന്ന് ചെറുതായിട്ടേ പഠിക്കാൻ പോകുന്നുള്ളൂ, അങ്ങനെയുള്ളതെല്ലാം ഫ്രീ ടൈമിൽ വെക്കുക. ഫ്രീ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഫോർ എക്സാമ്പിൾ പഠിച്ചു മതിയായി, അപ്പൊ നമ്മളൊരു ഒരു മൂവി കാണാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു പാട്ട് കേൾക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പാട്ട് കേട്ടിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ മൈൻഡ് കുറെ കൂടി ഫ്രീ ആയിരിക്കും. നമ്മുടെ മൈൻഡ് കുറെ കൂടി എന്തായിരിക്കും, അഷ്വർ ആയിരിക്കും. അല്ലെങ്കിൽ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു, ഓക്കെ, ഇന്ന് പഠിക്കേണ്ട ടാർഗറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് ചെയ്യേണ്ടത് നെക്സ്റ്റ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ ടൈം. അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ റിവ്യൂ ചെയ്യുക, നമ്മൾ എങ്ങനെ പഠിച്ചു, റിവിഷൻ ആ സമയത്ത് ചെയ്യുക. അപ്പൊ റിവിഷൻ ഏത് സമയത്ത് ചെയ്യുക, ഫില്ലർ ടൈമിൽ. ഓക്കെ, എങ്കിൽ ഡിസ്ട്രാക്ഷൻ വളരെ വലിയൊരു ഇഷ്യൂ ആണ്. അത് മൊബൈൽ ഫോൺ തൊട്ട് എന്ത് വേണമെങ്കിൽ എന്താവാം, ഡിസ്ട്രാക്ഷൻ ആവാം. ഓവർ തിങ്കിങ് ഡിസ്ട്രാക്ഷൻ ആവാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, കൺസെപ്റ്റ്സ് പഠിക്കുമ്പോൾ എല്ലാം കൂടി എടുത്ത് ഒരു ദിവസം ഇന്ന് ഞാൻ പഠിച്ചേ തീർക്കുള്ളൂ എന്നല്ല പറയേണ്ടത്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഉണ്ട്, നവസാമ്പത്തിക പരിഷ്കാരം, എക്കണോമിക്സിൽ ഒരു ടോപ്പിക് ആണ്, ന്യൂ എക്കണോമിക് പോളിസി. അതിൽ ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നെഹ്റുവിന്റെ ഇറയുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ ഇറയുണ്ട്, അവിടെ എന്ത് നടന്നു എന്നുണ്ട്. എല്ലാ കൺസെപ്റ്റും കൂടി ഒരു ദിവസം എടുക്കുന്നതിന് പകരം കൺസെപ്റ്റിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺഫ്രണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സംഭവമാണ് ബാറ്റിൽ ഗ്രൗണ്ട്. ഒരു എക്സാമിന് പോവല്ലേ, ഒരു ബാറ്റിലിന് പോകുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ കൺസിഡർ ചെയ്യുക. ഓക്കെ, എങ്കിൽ നിങ്ങൾ കംഫർട്ട് സോണും ഫില്ലറും ഡിസ്ട്രാക്ഷൻ അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ബാറ്റിൽ ഗ്രൗണ്ടിൽ റെഡിയായി. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ കൺഫ്രണ്ട് ചെയ്യാൻ റെഡിയായി, നിങ്ങളിപ്പോ നേരിടാൻ റെഡിയായി. ഇനി ഏത് തരത്തിലുള്ള ടോപ്പിക് വന്നാലും, എത്ര ഹാർഡ് ആണെങ്കിലും, ടെൻഷൻ വന്നാലും, അയ്യോ ഇതെന്റെ ലാസ്റ്റ് അവസരമാണ്, എന്റെ ഏജിന്റെ ലാസ്റ്റ് ആണ് എന്ന് തോന്നിയാലും, ഓക്കെ, ഇനി ഒരു എന്താ പറയാ എക്സാം എഴുതാൻ വേണ്ടി വീട്ടിൽ സമ്മതിക്കില്ല, കാരണം ജോലിക്ക് പോകേണ്ട ടെൻഷൻ ആണ് എന്ന് തോന്നിയാലും, ഓക്കെ, എല്ലാവരും പറയാൻ തുടങ്ങി 3 വർഷമായി എഴുതുന്നു ഒന്നും കിട്ടുന്നില്ല എന്ന് ഫീൽ ചെയ്താലും, ഈ ബാറ്റിൽ ഗ്രൗണ്ട് പോർഷനിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു പേടിയെയും കൺഫ്രണ്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഫൈൻ. ഓക്കെ, എന്ന് വെച്ചാൽ യു ഡു നോട്ട് ഹാവ് ടു കൺഫ്രണ്ട് ദ ഡാർക്ക് അലോൺ. ഒറ്റയ്ക്ക് നിങ്ങൾ ഇതിനെ നേരിടേണ്ട കാര്യമില്ല.
ഓക്കെ. ഒറ്റയ്ക്ക് നിങ്ങൾ ഇതിനെ നേരിടാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. അവിടെയാണ് എന്നെ പോലുള്ള ഫാക്കൽറ്റീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉള്ളത്. ഓക്കെ. ഞാൻ മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് പേരുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയായിരിക്കും, ഫാമിലി ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഗൈഡ് ആയിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗൈഡ് ആയിരിക്കും. ഓക്കെ. എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡാർക്കിലേക്ക്, ഈ ഒരു എന്താ പറയാ, ഫിയർ എന്ന് പറയുന്ന ഡാർക്ക് സോണിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നത് എപ്പോഴും എന്താ ബുദ്ധിമുട്ടാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഫിയർ ഉണ്ടെങ്കിലും, എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക? അറിയിക്കുക. ഓക്കെ. അതിനുള്ള സൊല്യൂഷൻ ഒരു ഗൈഡിന്റെ കയ്യിൽ ഉണ്ടാവും. ഞാനൊരു ഗൈഡാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൊല്യൂഷൻ പറയാൻ പറ്റും. ആ സൊല്യൂഷൻ നിങ്ങൾ ആ ഡാർക്ക് സോണിൽ നിന്ന് ലൈറ്റ് സോണിലേക്ക്, പ്രകാശത്തിന്റെ സോണിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ടീച്ചർ പോലെയുള്ള, എന്നെ പോലുള്ള എല്ലാവരുടെയും എന്താ ഡ്യൂട്ടി. ഓക്കെ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സാക്ട് ആയിട്ടുള്ള മെറ്റീരിയൽ, എങ്ങനെയാണ് മാസ്റ്റർ ക്ലാസ് ചെയ്യേണ്ടത്, ഓക്കെ, എപ്പോഴാണ് ബ്രേക്ക് എടുക്കേണ്ടത്, മെന്റൽ ബാരിയേഴ്സ് എങ്ങനെ എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, ഓക്കെ, എന്നെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഐസൊലേറ്റ് ആയി പോകുന്നു, ഒറ്റയ്ക്കായി പോകുന്നു എന്നുള്ള ഫീലിംഗ്, ഓക്കെ, ഫ്രസ്ട്രേഷൻ, ഒന്നും നടക്കുന്നില്ല എന്നുള്ള ഫ്രസ്ട്രേഷൻ, ഈ ഡാർക്ക് സോണിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്നെ പോലുള്ള ഫാക്കൽറ്റീസ് ഉണ്ടാവും. ഓക്കെ. ഞാനും ഉണ്ടാവും. ക്ലിയർ? അപ്പൊ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും മെസ്സേജ് ചെയ്യുക. ക്ലിയർ? എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അറിയിക്കുക. അറിയിക്കാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അറിയില്ല. പ്രശ്നങ്ങൾ തുറന്നു പറയുക. ഗൈഡ് ചെയ്യാൻ ആളുകളുണ്ട്. വി ആർ ഓൾവേസ് വിത്ത് യു. ഓക്കെ. അപ്പോ നമ്മുടെ ട്രയാങ്കിൾ ഓഫ് സക്സസ് എന്താ? ഒന്ന്, ഡെയിലി പുഷ്. ഡെയിലി എന്ത് ചെയ്യണം? എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം. രണ്ട്, ഓക്കെ, അതായത് എന്താ, ഹൈ ലെവൽ ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഡിഗ്രി ലെവൽ എഡ്ജ് എന്ന് എഴുതിയിരിക്കുന്നത് ഡിഗ്രി എക്സാമിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഓക്കെ. ഒരു എഡ്ജ് കിട്ടാൻ, എഡ്ജ് എന്താ പറയാ, നമ്മൾ കിട്ടുന്ന കാര്യത്തിൽ എന്താ ഒരു എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്തത് മാസ്റ്റർ ക്ലാസ്സസ്. കിട്ടുന്ന കാര്യത്തെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ. ഇത്രയും കാര്യമൊക്കെ അല്ലേ? അപ്പൊ ട്രയാങ്കിൾ ഓഫ് സക്സസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫിയറിനെ കൺഫ്രണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത്രയും കാര്യമൊക്കെ അല്ലേ? ഓക്കെ. എങ്കിൽ നിങ്ങൾ ഇന്ന് ഏത് ഫിയറിനെയാണ് കൺഫ്രണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നിങ്ങളുടെ ഫിയറിനെ സ്റ്റോപ്പ് അവോയ്ഡ് ചെയ്യുന്ന എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ. സ്റ്റാർട്ട് റാങ്കിങ്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഫിയർ എന്നുള്ളത് റാങ്ക് ചെയ്യുക. ഓക്കെ. എന്നിട്ട് @PSC കിരൺ സ്റ്റഡി സർക്കിൾ എന്നുള്ള ഇക്കോസിസ്റ്റത്തിൽ ജോയിൻ ചെയ്യുക. എന്നുമായിട്ട് എന്ത് ചെയ്യുക? സംസാരിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും. ഇത്രയും കാര്യമൊക്കെ അല്ലേ? അപ്പൊ ഏത് ഫിയറിനെയാണ് നിങ്ങൾ ടാക്കിൾ ചെയ്യാൻ പോകുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യുക. എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക? അറിയിക്കുക. ഈ ജേർണിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ എപ്പോഴും എന്തുണ്ടാവും? ഞാനുണ്ടാവും. ഓക്കെ. അപ്പൊ നമുക്ക് ഡെയിലി മോട്ടിവേഷൻ ക്ലാസ്സിന്റെ, ഡെയിലി ക്ലാസ് അല്ലല്ലോ, ഡെയിലി മോട്ടിവേഷന്റെ അടുത്ത കോട്ടുമായിട്ട് നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യാം? കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.